നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു ദൈവിളക്കാവട്ടെ എന്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എന്റെ ജന്മം. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറിൻ്റെ തീരത്താണ് നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകരയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനുള്ളിലാണ് ചരിത്രമുറങ്ങുന്ന അമ്മച്ചിപ്ലാവ് ഉള്ളത്. അമ്മച്ചിപ്ലാവിനെക്കുറിച്ച് ചെറുപ്പത്തിലേ നാം കേട്ടിട്ടുണ്ട്. എന്താണത് എന്ന് ചോദിച്ചാൽ പഴമക്കാരായ ചിലർ പറയുമായിരിക്കും. യഥാർത്ഥത്തിൽ അത് കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയും ഭരണകർത്താവുമായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൻ്റെ യൗവനകാലത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ വലിയ പ്ലാവിൻ്റെ ചുവട്ടിലെ ഗുഹ പോലുള്ള പൊത്തിൽ ഒളിച്ചിരുന്നു എന്നാണ് കഥ. അതാണ് അമ്മച്ചിപ്ലാവിൻ്റെ പ്രാധാന്യവും. CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന പ്രശസ്ത ചരിത്ര നോവലിൽ ഭ്രാന്തൻ ചാന്താൻ്റെ അംഗവിക്ഷേപത്തെ മാനിച്ച് മഹാരാജാവ് പ്ലാവിൻ്റെ പൊത്തിൽ ഒളിച്ചതായി അതിൻ്റെ 2-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അമ്മച്ചിപ്ലാവിൻ്റെ ചുവടുഭാഗം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ദ്രവിച്ചുപോയി. ഉള്ളതത്രയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തറകെട്ടി ഗ്രില്ലിട്ട് വൃത്തിയായി സംരക്ഷിച്ചു പോരുന്നുണ്ട്. നെയ്യാറ്റിൻകര ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിനുള്ളിലാണ് അമ്മച്ചിപ്ലാവ് നിൽക്കുന്നത്. കൊല്ലവർഷം 1729 മുതൽ 1758 വരെ തിരുവിതാംകൂർ ഭരിച്ച അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് നെയ്യാറ്റിൻകര ക്ഷേത്രം മനോഹരമായി പുനർനിർമ്മിച്ചത്. പ്രവേശന കവാടത്തിന് വലതുവശത്തായി തിരുവിതാംകൂറിലെ സൈനികരുടെ കായികക്ഷമത പരീക്ഷിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന ഒരു കരിങ്കൽ ഗോളം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനോട് ചേർന്ന കൊട്ടാരത്തിൽ നിന്ന് 2005 കിട്ടിയതാണിത്. ഒരിക്കൽ തൻ്റെ ശത്രുക്കളായിരുന്ന 8 വീട്ടിൽ പിള്ളമാരുടെ ഭടന്മാരിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നതിനിടെ പശുക്കളെ മേച്ചു നടന്നിരുന്ന ഒരു കൊച്ചു ബാലനെ കാണാനിടയായി. ആ കുട്ടി കാണിച്ചു കൊടുത്ത അമ്മച്ചിപ്ലാവിൻ്റെ പൊത്തിൽ ഒളിച്ചാണ് മാർത്താണ്ഡവർമ്മ അന്ന് രക്ഷപ്പെട്ടത്. തന്നെ രക്ഷിച്ചത് സാക്ഷാൽ നവനീതകൃഷ്ണനാണെന്ന് മാർത്താണ്ഡവർമ്മ വിശ്വസിച്ചു. അങ്ങനെയാണ് ക്ഷേത്രം നിർമ്മിച്ചതും വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതും. ഇപ്പോൾ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. ഉത്സവം ഏപ്രിൽ 12-ന് സമാപിക്കും.